ഇന്ന് ഞായറാഴ്ച എൻ്റെ ട്യൂഷൻ ക്ലാസ് വിശേഷങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളുമാണ് ഞാൻ എൻ്റെ വ്ലോഗിലൂടെ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് 10:30-ക്കായിരുന്നു ട്യൂഷൻ തുടങ്ങുന്നത്, 10:30 തൊട്ട് 1 മണി വരെ. അപ്പം ആദ്യം വന്നത് കിച്ചുവും അയാനെന്ന് പറയുന്നൊരു മോനുമാണ്. ഇവർ രണ്ടുപേരും 1-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒരാൾ സ്റ്റേറ്റും ഒരാൾ CBSE ആണ്. അപ്പോൾ ഈ മോടെ കാര്യം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവൾക്കാണ് നമ്മുടെ സ്കൂളിൽ, നമ്മുടെ അടുത്ത ഞാൻ പഠിച്ച സ്കൂളാണ്, അവിടെ നടന്ന സബ് ജില്ലാ കലോത്സവത്തിന് മത്സരിച്ച 4 ഇനങ്ങളിലും കുഞ്ഞിന് A ഗ്രേഡ് ഉണ്ട്. വന്നപ്പോൾ എൻ്റെ ലേബറിൻ്റെയും എല്ലാം കറക്റ്റ് സ്ഥലത്തെടുത്ത് വെക്കാൻ ഞാൻ പറഞ്ഞു. അതും പ്രകാരമാണ് അവളത് ചെയ്യുന്നത്. പിന്നെ ഒരാൾക്കൊരു കാര്യം കൊടുത്താൽ മറ്റൊരാൾക്കത് ചെയ്യണമെന്നുള്ള ത്വര വരുമല്ലോ. അപ്പോൾ എൻ്റെ ബോക്സ് എടുത്ത് അവൻ ആ സെൻറ്ററിലും വെച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലാസ്സിലേക്ക് കയറി. ഇവർക്ക് രണ്ടുപേർക്ക് ഈ സെറ്റിയിലിരിക്കണം. സെറ്റിയിലിരിക്കാൻ ഇവിടെ പലരും മത്സരമാണ്. അവർ വന്നിരുന്നതിന് ശേഷം ഞാൻ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. വന്നപ്പോൾ തന്നെ കയ്യിലിട്ട മൈലാഞ്ചി എനിക്ക് കാണിച്ചു തന്നു. ചേച്ചി ഇട്ട് കൊടുത്തയാണെന്നാണ് പറഞ്ഞത്. 20+10 എത്രയാണ്? 20+10 എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. 2+1 എത്ര? 3. ഞാൻ നമുക്ക് ഇതല്ലേ സമയത്ത് കാണിച്ചു തരണം. നമുക്ക് 20+10 ഇത് എന്നത്തെ തന്നെ ഇട്ടതാടി? പരിപാടി കിട്ടുകയാണോ? ദേശഭക്തി ഗാനത്തിനോ? ഈ മോളുടെ പേര് നൂറ എന്നാണ് കേട്ടോ. അവൾ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളാണിത്. സ്പോർട്സിലും ആർട്സിലും പഠിക്കാനായാലും മിടുക്കിയാണ് കുട്ടി. മോളുടെ കൂടെ പഠിക്കുന്നത് ഹർഷൻ എന്ന് പറയുന്നൊരു മോനാണ്. അവനിന്ന് വന്നില്ല. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റ പുസ്തകവും ഒരു ബുക്കും സ്ലേറ്റുമാണ്. പരീക്ഷ വരെ സ്ലേറ്റിലാണ് എഴുതിപ്പിക്കുന്നത്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള ക്ലാസ്. സ്കൂൾ കഞ്ഞിയും മേടിച്ച് വീട്ടിലോട്ട് ഒറ്റ പോക്ക് പോവും. ഇന്നത്തെ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് 3 വിഷയമാണ് അവർക്ക് പഠിക്കാനുള്ളത്. അത് CBSE ICSE ഒക്കെ ആവുമ്പോൾ അതിൻ്റെ ഇരട്ടി. മാത്രമല്ല കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഒരു കാര്യം നമ്മളോട് എങ്ങനെ കൺവേ ചെയ്യണമെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, ഇത്രയും ചെറിയ പ്രായത്തിലും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളത്. രണ്ടും കൂട്ടി ഇവിടെ എഴുതണേ. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടിയപ്പോഴാണ് ഇവിടെ 40 കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മോക്കൊരു ഉത്തരം കിട്ടുമല്ലോ. അത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ ആൻസർ എഴുതണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാം. ഫുൾ വൈറ്റമിൻസ് ആണല്ലേ കഴിച്ചത്. വെരി ഗുഡ്. മിക്കപ്പോഴും ഇവർ കഴിച്ച ഫുഡ്, രാവിലെ എന്താണ് കഴിച്ചത്, ഉച്ചയ്ക്കൊക്കെ ഞാനത് ചോദിക്കാറുണ്ട്. ചോദിച്ചിട്ട് ഞാൻ പറയും, ഇന്ന് ഇതാണല്ലോ കഴിച്ചത്. അപ്പം ഇത്രയും കാർബ്സ് കിട്ടി, ഇത്രയും പ്രോട്ടീൻ കിട്ടി, ഇത്രയും വൈറ്റമിൻസ് കിട്ടി. അപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് തന്നെ ചോദിക്കും, ചേച്ചി ഞാൻ ഇന്ന് ഇതാ കഴിച്ചത്, എനിക്ക് എന്താ കിട്ടിയത് ഒന്ന് പറയുമോ എന്ന്. അപ്പോൾ ഇവർക്കൊരാകാംക്ഷയാണ് കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഇതൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത്. എൻ്റെ പൊടിക്കുപ്പികൾക്കേ തലേന്ന് പഠിപ്പിച്ചത് അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടെ ഒന്ന് ടീപ്പ് ഇടും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരെണ്ണം എഴുതിയിട്ടില്ല, മറന്നുപോയി. അപ്പോൾ അത് വീണ്ടും എഴുതിപ്പിക്കും. ഇവർക്ക് ഒരുപാടുണ്ട് പഠിക്കാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പം നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അത്രയും ലോഡാണ് ചില സമയത്ത് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടി വരുന്നത്. ചില സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നും. ഇതിനു മുമ്പ് ഞായറാഴ്ചകളിലൊക്കെ ഞാൻ 1:30 വരെയൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും, വീട്ടിൽ നിന്ന് നിങ്ങൾ ഫുഡ് സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന്. അതുകൊണ്ടൊരു 12 മണിക്ക് അത് കഴിക്കാനായിട്ട് പറയും. ഇപ്പോൾ അങ്ങനെ പറയാറില്ല. പക്ഷേ 3 പേര് ഇന്ന് കൊണ്ടുവന്നു. അങ്ങനെ ബാക്കിയുള്ളവർ കൂടെ അവർ ഷെയർ ചെയ്യുകയാണ്. വേണ്ടാത്തവരും ഉണ്ട്, വേണ്ടുന്നവരും ഉണ്ട്. വേണ്ടുന്നവർ അവിടെ ഇരുന്ന് കഴിക്കുന്നു, ബാക്കിയുള്ളവർ അകത്തിരുന്നു പഠിക്കുന്നു. കൊണ്ടുവരുന്നതിലൊരു പങ്ക് എനിക്കും തരും. പക്ഷേ മധുരമുള്ളതൊന്നും ഞാൻ വാങ്ങിച്ച് കഴിക്കാറില്ല. ഇന്ന് 3 പേരും കൊണ്ടുവന്നത് മധുരമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് യാദവ് എന്നാണ്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മാത്സ് ആണ് അവൻ്റെ ഇഷ്ട വിഷയം. ഇവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്.
അപ്പോൾ റിച്ചുവിന് അവൻ്റെ അമ്മ കൊടുത്ത ഗിഫ്റ്റ് എന്നോട് വന്ന് പറയുകയാണ്, ചേച്ചി ഒരു സാധനമുണ്ട് കാണിക്കട്ടെ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താ? അങ്ങനെ ബാഗിൽ നിന്ന് എടുത്ത് തന്നതാണ്, അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്, ഇനിയും കുറേ സാധനങ്ങളുണ്ടെന്ന്, അത് മിക്കവാറും നാളെ കൊണ്ടുവരുമായിരിക്കും. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കാണിക്കാമെന്ന്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓരോന്ന് അവൻ ഇങ്ങനെ കാണിച്ചു തരും. മുറിച്ച് കാണിച്ചേ. അങ്ങനെ എനിക്ക് ആ തന്ന സ്റ്റിക്കർ അവൻ തിരിച്ചുകെ വാങ്ങിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല അതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന്. അപ്പോൾ പറഞ്ഞല്ല നല്ലൊരെണ്ണം തരാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ ആർക്കോ ഇവിടെയൊക്കെ കൊടുക്കുന്ന കണ്ടു. പിന്നെ ബാക്കി പേനയും ഒരു മാർക്കറും ഒക്കെയാണ് കാണുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഒരു കൗതുകമാണ്. അത് നമ്മളെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വലിയ സന്തോഷമാണ്. തമിഴ്നാട്ടിൽ നിന്ന് അവർ അമ്മ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതാണെന്ന്. എന്നിട്ട് ഇയാൾ ഇത് മാത്രമല്ലേ കൊണ്ടുവന്നുള്ളൂ കാണിക്കാൻ? ആ നാളെ കൊണ്ടുവന്ന് കാണിക്കാം. ഇന്ന് അവസാനം ഇവിടുന്ന് പോയത് ഇവനാണ്, റിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മയും ഞാനും ഉരുട്ടിയാണ് വന്നതെന്ന്. സൈക്കിളുള്ളപ്പം അദ്ദേഹത്തിൻ്റെ ബാഗ് എൻ്റെ കയ്യിൽ തന്നിട്ട് ആൾ സൈക്കിളിൽ ഒരു ചവിട്ടങ്ങ് ചവിട്ടും. എൻ്റെ പേടി അതല്ല, വരുന്ന വണ്ടിക്കാരെയും പേടിയാ, ഇപ്പോൾ കാണുന്ന നമുക്കും പേടിയാ അവൻ്റെ ചവിട്ട് കാണുമ്പോൾ. എങ്കിലും വീടടുത്തായത് വലിയ മഹാഭാഗ്യം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അടുത്ത് ഒരു നിൽപ്പ് നിൽക്കും. ഞാൻ ചെന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോഴേ ആൾക്കകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അവനെ ഞാൻ എപ്പോഴും കൊണ്ടാക്കും കേട്ടോ. അപ്പോൾ അവരുടെ അമ്മ വെളി വന്നത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയൊരു വ്ളോഗിങ് ആണ് ഞാൻ ചെയ്യുന്നതെന്ന്. അങ്ങനെ അവനെ വീട്ടിലാക്കിയതിന് ശേഷം ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ ലാൻഡ്മാർക്ക് ഏരിയ എന്ന് പറയുന്ന തരുവിപ്പുറത്ത് കുളം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുളത്തിൻ്റെ അവസ്ഥ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. ഈ പൂ അറിയാമല്ലോ, ഇതിൻ്റെ വിത്ത് പൊട്ടിച്ചെടുത്താലേ ഭസ്മം പോലൊരു സാധനം കിട്ടും. പക്ഷെ പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഇതാണെങ്കിൽ പണ്ട് ഞാൻ നഖമായിട്ട് വെക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കാണാതെ പോയ പേന എനിക്ക് തിരികെ കിട്ടി. വീട്ടിൽ ചെന്നത് ഞാൻ മീൻ മേടിക്കാനായിരുന്നു, അതും പോയി എടുത്തു. അങ്ങനെ അമ്മയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ വീട്ടിലെ കല്ലൂനെ കിട്ടിയ സ്ഥലം കേട്ടോ. ഞാൻ എൻ്റെ വീടിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒന്ന് ക്ലോസപ്പിൽ എടുത്ത് നോക്കിയത്. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ലാൻഡ്മാർക്കായിട്ട് പറയുന്ന ഒരു കുളമാണ് തരുവിപ്പുറത്ത് കുളം. ഈ കുളത്തിന് ഇപ്പം ഈ കമ്പിവേലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തതിൻ്റെ കാരണം തന്നെ വേസ്റ്റ് ഇടാതിരിക്കാനാണ്. ഒരുപാട് വേസ്റ്റ് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, അറവ് മാലിന്യങ്ങൾ വരെ. സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ എങ്ങനെ ഞാനും എൻ്റെ പിള്ളേർ സഹിച്ചെന്ന് എനിക്കറിയത്തില്ല. എത്ര ദിവസം അതിൻ്റെ ഗന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ കമ്പിവേലി കെട്ടിയപ്പോഴത്തേനും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ആരും ഇപ്പം അതിനകത്തോട്ട് പോകത്തില്ല. കാരണം ഇത് മീൻ പിടിക്കാനൊക്കെ ആളുകൾ വരുമായിരുന്നു, ഇപ്പം ആരും വരത്തില്ല. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.